ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്സ് പൊറോട്ടയാണ്. അതായത് പൊറോട്ടയുടെ ടേസ്റ്റുള്ള പപ്സ്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കാം. അതായത് മെഷർ കപ്പിനാണെങ്കിൽ ഒരു 4 കപ്പ് മൈദ. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ആ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ എത്ര എണ്ണ മതിയെന്ന് വിചാരിക്കും, ഇത് മതിയാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു മുട്ട, അത് ഒരു മുട്ട ഫുള്ള് നമുക്ക് വേണ്ട, അതുകൊണ്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളം, അപ്പോൾ 4 കപ്പ് മൈദ എടുത്താൽ 1 കപ്പ് വെള്ളം ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതായത് ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസ് ഉണ്ടാവണം ഇതിന്. അപ്പോൾ നിങ്ങൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം മൈദയുടെ ബ്രാൻഡ് അനുസരിച്ച് ചിലപ്പം ഇത് കട്ടിയാവുന്നതിനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഒന്ന് കുഴച്ച ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് കുഴയ്ക്കണം. കാരണം മാവ് നല്ല സോഫ്റ്റ് ആവണം. അപ്പോഴേ നമ്മുടെ അതിൻ്റെ കവറിങ്ങിന്, അതായത് പൊറോട്ട ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത്തിരി ടൈറ്റാണെന്ന് തോന്നും, പക്ഷേ ഇത് മതിയാവും. എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ മൂടിയിട്ട് നമുക്ക് അടപ്പിട്ടിട്ട് അടച്ചു വെക്കാം. ഒരു 3 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. അപ്പം പൊടിച്ചത് വേണമെന്നൊരു നിർബന്ധവുമില്ല, പൊടിക്കാത്ത പെരിഞ്ജീരകമാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന സ്നാക്കിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കാൻ ഇത് നല്ല രസമാണ്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 സവാള, അതായത് കനവില്ലാതെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ സവാള നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ചാൽ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് ഇത് വഴന്ന് വരും. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. എന്നാലും ഒരിത്തിരി കൂടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുത്തത്. കാരണം ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഈ പൊടികളിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതായത് പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട പപ്സ് പോലെയാവും. അപ്പോൾ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ആയാലും മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഒരു 3 മണിക്കൂർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറച്ച് ലൂസാവും. അപ്പം നമ്മൾ കുഴയ്ക്കുമ്പോൾ ടൈറ്റ് ആണെങ്കിലും ഇത് 3 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഒന്നുകൂടെ കൈകൊണ്ടൊന്ന് കുഴച്ച ശേഷം, അതായത് ഒരുപാട് നേരം ഒന്നും കുഴയ്ക്കേണ്ട, ജസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് നമുക്കൊരു 10 ഉരുളകളാക്കി ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ 1/2 കിലോ മൈദയ്ക്ക് 10 എണ്ണമാണ് കണക്ക്. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് 10 ഉരുളകളാക്കി എടുക്കണം. എന്നിട്ട് ഈ 10 ഉരുളകളെയും നമുക്ക് എന്ത് ചെയ്യണം, ചപ്പാത്തി പോലെ പരത്തണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം അത്ര റൗണ്ടൊന്നും കറക്റ്റായിട്ടില്ല, എന്നാലും പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇതേപോലെ എണ്ണ തടവിയിട്ട് ഈ ചപ്പാത്തി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് മൈദയുടെ പൊടി വിതറാം. അപ്പോൾ നന്നായിട്ട് തന്നെ വിതറിക്കുക, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പം ഇതങ്ങ് അബ്സോർബ് ചെയ്തു പോകും, കാണത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൈദയുടെ പൊടി ഇതേപോലെ നന്നായിട്ട് വിതറിയിട്ട് അടുത്ത ചപ്പാത്തി നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഇതേപോലെ എണ്ണ തടവണം. എന്നിട്ട് മൈദയുടെ പൊടി വിതറണം. എന്നിട്ട് ഇങ്ങനെ 10 ചപ്പാത്തി മുകളിലാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂറേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ 10 ചപ്പാത്തി ഞാൻ ഇതേപോലെ അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് പരത്തി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ മുറം പോലെ ഇങ്ങനെ കിട്ടും. അതങ്ങനെ തന്നെ എടുത്തിടുക. അപ്പം പെട്ടെന്ന് ആകുമ്പോൾ ചിലപ്പോൾ സമയത്ത് കീറിപ്പോകും, ഇതേപോലെയൊക്കെ പോവും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കാരണം ഇതങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് റൗണ്ടാക്കിയാൽ നമുക്കിതിനെ പൊറോട്ടയാക്കാം, സാധാ പൊറോട്ടയാക്കാം. പക്ഷേ ഞാനിതിനെ പഫ്സ് പൊറോട്ടയല്ലേ, ആ ഒരു ഷേപ്പിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തി എന്നിട്ട് ഇതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയൊക്കെ മെനക്കെടുന്നതെന്ന് ചിലപ്പോൾ എല്ലാവർക്കും തോന്നും. പക്ഷേ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് എന്നും കഴിക്കുന്ന സ്നാക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്നിട്ട് ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്തെന്ന് ഉറപ്പാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറും. നമുക്ക് നന്നായിട്ട് ഇത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിത് അങ്ങനെയല്ല ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പപ്സിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ അതേപോലെ തവയിലാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ ക്ലോസ് ചെയ്ത ഭാഗം അടി വരത്തക്ക വിധം വേണം ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ തീ നന്നായിട്ട് കുറയ്ക്കണം. നല്ല പാൻ ചൂടാക്കിയിട്ട് ഇത് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് സിമ്മിലാക്കി വേണം ഇത് ഫ്രൈ ചെയ്യാൻ. എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പപ്സൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡ് ചിലപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ സൈഡ് വേകാതിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചരിച്ച് വെക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം കൂടെ ഇതേപോലെ നാക്കി വെച്ചാൽ സൈഡും കൂടെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്